ഹെഡ്മീൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കിയ ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹെഡ്മീൽ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടൻ പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. വളരെ എളുപ്പമാണ്. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചന ഡാളാണ്. അത് ഒരു 5 മണിക്കൂർ കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്നതാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഡാളാണ്. ഈ ചന ഡാൾ അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ പീസിന്റെ ഡാള് വരും, പീസ് ഡാള്. അത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇത് രണ്ടും മിക്സ് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ചനാഡാള് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറഞ്ഞത് ഒരു 3 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെയൊക്കെ കുതിർന്നാൽ മതി. അതിൽ കൂടുതൽ കുതിർന്നാല് ഈ വെള്ളത്തിനൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അത് വേണ്ട. ഈ 5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്നിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരയണ്ട. പരിപ്പ് ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് പേസ്റ്റ് ആകണ്ട. കുറച്ച് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, കുറച്ച് അതുപോലെ ഇടയ്ക്ക് കിടപ്പുണ്ട്. ആ പരുവമേ. മൊത്തത്തിൽ അങ്ങ് പേസ്റ്റ് പോലെ അരയരുത്. ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ ചില പരിപ്പുകൾ കിട്ടണം. അതാണ് പരുവം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും കൊച്ചുള്ളി. കൊച്ചുള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാള എടുക്കാം. കൊച്ചുള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇനി കൊച്ചുള്ളിയും സവാളയും രണ്ടും മിക്സ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും ഈ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്രയും ഒന്നുകിൽ നമുക്ക് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണേ. അപ്പൊ നമ്മുടെ വടക്ക് നല്ലൊരു കളറും കിട്ടും. അതല്ല നിങ്ങൾക്ക് പച്ചമുളക് മാത്രം ചേർത്താൽ മതിയെങ്കിൽ അത് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കായം, 1 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. വടയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് കായപ്പൊടി. അതാണ് ഇതിന് ടേസ്റ്റ് തരുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. വെള്ളം ഒന്നും ചേർക്കണ്ട. നല്ലതുപോലെ യോജിപ്പിക്കണം. എത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് കിട്ടുമേ. അതായത് കറിവേപ്പിലയും ഉള്ളിയും എല്ലാം കൂടെ ഇതിനകത്ത് നന്നായിട്ട് യോജിക്കണം. കൈ കൊണ്ട് തന്നെ യോജിപ്പിക്കണം. ഇച്ചിച്ചി വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. കുറഞ്ഞതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. വട ഉണ്ടാക്കാനായി എണ്ണ ഒഴിച്ചിട്ടു. ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. നമുക്കപ്പോഴത്തേക്ക് ഇതെങ്ങനെയാ പരത്തുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. പരത്തുന്നത് മീൻസ് ഇതിന് ഷേപ്പ് കൊടുക്കുന്നത്. ഇനി പരത്തുന്നതെന്ന് പറഞ്ഞ് എങ്ങനെയായി പരത്തുന്നതെന്ന് ചിന്തിക്കല്ലേ. ഒത്തിരി വലുത് വേണ്ട കേട്ടോ. ഒത്തിരി വലുതാണെങ്കിൽ അത് വേവാൻ താമസം എടുക്കും. ഇങ്ങനെ ഒരു ഉരുള നന്നായിട്ട് അമക്കി എടുക്കണേ. അതായത് വെറുതെ ഒരു ഉരുള ഇങ്ങനെ ആക്കിയാൽ പോരാ, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരുളയാക്കണം. അന്നേരം അത് പൊട്ടിപ്പോവില്ല. അതിനു വേണ്ടിയാ. ഓക്കെ. എന്നിട്ട് നമ്മുടെ കൈവെള്ളയിൽ ഞാൻ ഇച്ചിരി വെള്ളം നനയ്ക്കട്ടെ. എന്നിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനൊന്ന് അമക്കി കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഇങ്ങനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അമക്കി കൊടുത്ത ശേഷം ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇത് ഈ പരുവം നല്ല ഷേപ്പായില്ലേ വടയുടെ. അപ്പൊ അന്നേരം ഉണ്ടാക്കി ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ്ട. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വെച്ചേ ഉള്ളൂ. നമുക്ക് എണ്ണ ചൂടായി ഒന്ന് നോക്കാം. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം മീഡിയം തീയിലിടാമേ. എന്നിട്ട് ആദ്യം ഇട്ടതൊക്കെ കളർ മാറി വരുമ്പോൾ ഒന്ന് തിരിച്ചിടാം.
നമ്മളെ മുളക് പൊടി ചേർത്തോണ്ടാണ് ഈ കളറ് കിട്ടിയത്. ഞാൻ മീഡിയം തീയിൽ തന്നെ ഇട്ടേക്കുന്നത്, തീ ഒത്തിരി കൂട്ടിയിട്ട് കരിക്കല്ലേ. ഇപ്പൊ നമ്മൾ ആദ്യം ഇട്ടത് മൂത്തു, അതിനെ ഇനി മാറ്റാം. അപ്പൊ ഇനിയിപ്പോ ഞാൻ ചെയ്യുന്നത്, ഇതിപ്പോ 2 എണ്ണം മാറ്റിയല്ലോ, ആ സ്ഥലത്തോട്ട് വേറെ പുതിയത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് റെഡി ആകുമ്പോൾ ഇതിനെ മാറ്റും. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഇട്ടത് മൊത്തവും മാറ്റിയ ശേഷം പുതിയതായിട്ടും ഇടാം. അപ്പോൾ നമ്മുടെ ആദ്യം ഇട്ട് എല്ലാം റെഡിയായി. ഇനി ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബാച്ചും റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് അങ്ങ് കളറ് വെച്ച് മൂത്ത് വരാൻ വേണ്ടി തീ കൂട്ടിയിടരുത്. മീഡിയം തീയിൽ കുറഞ്ഞത് ഒരു 6-7 മിനിറ്റ് എങ്കിലും കിടക്കണേ. ആദ്യം കുറച്ചു നേരം മീഡിയം തീയിൽ ഇട്ട ശേഷം വേണമെന്നുണ്ടെങ്കിൽ തീ കൂട്ടിയും മീഡിയം ഹൈ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അകം വേവില്ല. അപ്പൊ ഈ ഒരു ഗ്ലാസ്സിൽ നിന്നും എനിക്ക് കിട്ടിയത് ഇതുപോലെ 12 വടയാണേ. നമ്മുടെ വടക്കുട്ടന്മാരെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാ, സൗണ്ട് കേട്ടോ കേട്ടോ. ഇനി ഒന്ന് മുറിച്ച് കാണിക്കാം. അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ, കണ്ടോ. സോ നമ്മുടെ നാടൻ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.